ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ് മലയാളം കേരള പാഠാവലിയിലെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആനുവൽ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കേരള പാഠാവലി. അപ്പോൾ നമുക്കതിൻ്റെ നിർദ്ദേശങ്ങൾ ആദ്യം നോക്കാം. മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ളതാണ്. അപ്പോൾ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. താഴെ കൊടുത്തിട്ടുള്ള 6 പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരം എഴുതണം. 2 മുതൽ 6 വരെ പ്രവർത്തനങ്ങളിൽ 4 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. അപ്പം മൊത്തം 5 പ്രവർത്തനങ്ങളാണ് എഴുതേണ്ടത്. അതിൽ ഒന്നാമത്തേത് എല്ലാവരും എഴുതേണ്ടതാണ്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്നത് 4 എഴുതിയാൽ മതി. അപ്പോൾ ഓരോ പ്രവർത്തനങ്ങളായി നമുക്ക് നോക്കാം. അപ്പോൾ പ്രവർത്തനം 1, വായിക്കാം എഴുതാം. അപ്പോൾ താഴെ കവിത കൊടുത്തിട്ടുണ്ട്, ONV കുറിപ്പ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ചതിന് ശേഷം താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് ONV കുറിപ്പ്. ഓരോ മുറ്റവും മെഴുകി മിനുക്കിക്കൊണ്ടോണ നിലാവു പരന്ന രാവിൽ അത്താഴപ്പിൻ പരക്കാത്തം നടക്കുവാൻ മുറ്റത്തിറങ്ങവേ കേട്ടു ഞാൻ മുത്തശ്ശിയമ്മയ്ക്ക് 90-ാം കാലത്ത് പുത്തരിപ്പല്ലു മുളച്ചല്ലോ. പുത്തരി വിലുക്കുറിക്കാലോ ഇനി വെറ്റില പാക്കും ചവക്കാലോ മുറ്റത്തെ മുല്ലപ്പു ചുറ്റും നിന്നാ കളി കുട്ടികൾ കൈകൊട്ടി പാടുന്നു. പാട്ടിനിളനീർപ്പൂ നുണഞ്ഞി കുളിർ കാറ്റൊന്ന് മുട്ടിയിരുമ്മിട്ടോ കോരിത്തരിച്ചേ നിന്നല്ലോ നിലാ കോടിയെടുത്തോരരിമുല്ല. അപ്പോൾ ഇവിടെ ONV എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓരോ മുറ്റവും മെഴുകുമിനുക്കിയത് ആരാണ്? മുത്തശ്ശി, ഓണനിലാവ്, വെയിൽ. ഉത്തരം എന്താണ്? ഓണനിലാവാണ്. അത് കവിത വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇനി രണ്ടാമത്തെ ചോദ്യം, രാത്രി നടക്കാനിറങ്ങിയ കവി എന്താണ് കേട്ടത്? മുറ്റം ഒഴുകുന്ന ശബ്ദം, മുത്തശ്ശിയമ്മയ്ക്ക് മുത്തരിപ്പല്ലു മുളച്ചു എന്നത് കാറ്റിന്റെ ശബ്ദം. എന്താണ് കേട്ടത്? മുത്തശ്ശിയമ്മയ്ക്ക് മുത്തരിപ്പല്ല് മുളച്ചത്. ഇനി മൂന്നാമത്തെ ചോദ്യം, മുല്ലക്ക് ചുറ്റും നിന്ന് ആരാണ് കൈകൊട്ടി പാടിയത്? കുട്ടികൾ, പൂക്കൾ, കവി. ആരാണ്? ഉത്തരം കുട്ടികൾ. നാലാമത്തേത്, ആരാണ് കോരി തരിച്ചു നിന്നത്? കുളിർക്കാറ്റ്, പൂന്തോട്ടം, അരിമുല്ല. അരിമുല്ലയാണ് കോരി തരിച്ചു നിന്നത്. അഞ്ചാമത്തെ ചോദ്യം, ഈ കവിതയിൽ രാത്രി ഭക്ഷണം എന്നതിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? അത്താഴം, പാക്ക്, ഇളനീർ. ഉത്തരം അത്താഴം. അപ്പം ഇങ്ങനെയാണ് ചോദ്യങ്ങൾ, അതായത് കവിത വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത്. ഇനി അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് പ്രവർത്തനം 2, പ്രസംഗം തയ്യാറാക്കാം എന്നതാണ്. പാഴ്ചെടികൾ കൊണ്ടൻ മരണം വരെ ഞാൻ പവിഴപ്പാൽക്കുല വിളയിക്കും. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അധ്വാനത്തോടുള്ള താല്പര്യം സൂചിപ്പിക്കുന്ന വരികൾ വായിച്ചല്ലോ. ബാലസഭയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി കുട്ടികൾ അധ്വാനത്തിന്റെ മഹത്വം ബോധ്യപ്പെടുത്തുന്നതിന് സഹായകമായ പ്രസംഗം എഴുതി തയ്യാറാക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്രസംഗം എഴുതാനാണ്. അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് അധ്വാനത്തിന്റെ മഹത്വം. അപ്പോൾ അധ്വാനത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്ന ഒരു പ്രസംഗമായിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. മാന്യസദസ്സിന് വന്ദനം. പാഴ്ചെടി കൊണ്ടൻ മരണം വരെ ഞാൻ പവിഴപ്പാൽക്കുല വിളയിക്കും എന്ന കവിയുടെ വരികൾ അധ്വാനത്തോടുള്ള താല്പര്യമാണ് സൂചിപ്പിക്കുന്നത്. അധ്വാനത്തിന്റെ മഹത്വം സൂചിപ്പിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. എല്ലുമുറിയെ പണിയെടുത്തു പല്ലുമുറിയെ തിന്നാം എന്നൊരു പഴഞ്ചൊല്ല് ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. അധ്വാനിക്കുന്നവർക്ക് ആഹാരം കഴിക്കാൻ അർഹതയുള്ളൂ. ഏതു തരം അധ്വാനമായാലും അത് മഹത്തരം തന്നെയാണ്. കുട്ടികളെ സംബന്ധിച്ച് അവരുടെ അധ്വാനം എന്ന് പറയുന്നത് പഠനമാണ്. മടിയാണ് അധ്വാനത്തിന്റെ ശത്രു. വെറുതെ കിട്ടും, അധ്വാനിക്കാതെ കിട്ടും എന്നൊക്കെയുള്ള വാക്കുകളുടെ പിന്നാലെ പോയാൽ ദുരിതമായിരിക്കും ഫലം. അധ്വാനിച്ചു കഷ്ടപ്പെട്ട് അർഹതയോടെ നേടുമ്പോഴേ അതിന് അർത്ഥമുള്ളൂ. മറ്റുള്ളവർക്ക് അധ്വാനിച്ച് നേടിയത് നാം ചുളു വിദ്യയിലൂടെ കയ്യിലാക്കിയാൽ അത് അർത്ഥവുമില്ല, മധുരവും വിലയും ഉണ്ടാകില്ല. മടി കൂടാതെ സന്തോഷപൂർവ്വം അധ്വാനിക്കുക, അതാണ് ഈ കവിതയിലൂടെ എടുത്തു കാണിക്കുന്നത്. അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. എങ്കിലും എൻ്റെ ഈ ലഘുപ്രസംഗം ഇവിടെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ പ്രസംഗം എഴുതുമ്പോൾ നന്ദിയും നമസ്കാരവും നമ്മൾ പറയണം. ആദ്യം മാന്യ സദസ്സിന് വന്ദനം, അതുപോലെ തന്നെ അവസാനം ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നന്ദി, നമസ്കാരം പറയണം. അപ്പോൾ ഇങ്ങനെയാണ് പ്രസംഗം എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രസംഗം കൂടുതൽ വിശദീകരിച്ച് എഴുതാവുന്നതാണ്. പ്രവർത്തനം 3, വിശദീകരണ കുറിപ്പ്.
കുണ്ടുകിണറ്റിൽ തവളക്കുഞ്ഞിന് കുന്നിൻമീതെ പറക്കാൻ മോഹം. ഈ ആശയം വരുന്ന പഴഞ്ചൊല്ല് താഴെ കൊടുത്തവയിൽ ഏതാണ്? അപ്പോൾ 3 ഓപ്ഷൻസ് എടുത്തിട്ടുണ്ട്. ഒരുമ തന്നെ പെരുമ, അതിമോഹം ആപത്ത്, വിള പുറത്തിട്ട് വേലി കെട്ടരുത് ആണ് ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പഴഞ്ചൊല്ല്. ഉത്തരം അതിമോഹം ആപത്ത് എന്നതാണ്. ഇനി മുകളിൽ കൊടുത്തവയിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പഴഞ്ചൊല്ല് തിരഞ്ഞെടുത്ത് അത് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ 3 പഴഞ്ചൊല്ലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാ എന്ന് തിരഞ്ഞെടുത്ത് അതിനെ ബന്ധപ്പെട്ടിട്ട് വിശകലന കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുമ തന്നെ പെരുമ എന്ന പഴഞ്ചൊല്ലെടുക്കാം. ഫുട്ബോൾ കളിയെക്കുറിച്ച് നമുക്കറിയാം. കളിക്കാൻ ഒരുമയോടെ കളിച്ചാൽ മാത്രമേ വിജയം സ്പർശിക്കാൻ സാധിക്കുകയുള്ളൂ. കളിയിൽ മാത്രമല്ല, ജീവിതത്തിലും വിജയത്തെ പുൽകാൻ ഓരോരുത്തർക്കും ആവശ്യമുള്ളത് ഗുണമാണ് ഒരുമ. ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെറിയ കാര്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുമെങ്കിൽ കൂട്ടായ്മ ലോകത്തിൽ തന്നെ മാറ്റങ്ങൾ നന്ദി കുറക്കുവാൻ ഇടയാക്കും. കൂടുതൽ ദൂരം സഞ്ചരിക്കണമെങ്കിൽ ഒരുമിച്ച് നടക്കണം എന്ന പ്രായോഗിക തത്വമാണ് ഒരുമയുടെ അടിത്തറ. ഇനി അടുത്ത പ്രവർത്തനം 4 ആസ്വാദനക്കുറിപ്പ്. ഇവിടെ എടപ്പാൾ സി സുബ്രഹ്മണ്യൻ ജീവമലയാളം എന്ന കവിത എഴുതിയിട്ടുണ്ട്. അതിലെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ജീവമലയാളം. കുഞ്ഞു വളരുവാൻ അമ്മ നൽകും അമ്മിഞ്ഞ പാലാണ് മലയാളം. മാറിൽ ചേർത്തു തഴുകിയിടുമ്പോൾ മധുരം ചുരത്തും മലയാളം. ഉണ്ണിക്കുറങ്ങുവാൻ കൂട്ടുപോകും താരാട്ടുപാട്ടാണ് മലയാളം. കുഞ്ഞിക്കിനാകൾ പറന്നുയരും ആകാശമാകുന്നു മലയാളം. ചിന്തകൾ നീന്തി തുടിച്ചിടുന്ന ആഴിപ്പരപ്പാണ് മലയാളം. തേനും വയമ്പും പുരട്ടിനാവിൽ അക്ഷരം കൊത്തുന്നു മലയാളം. നാടിൻ്റെ നാടിമിടിപ്പറിയും ജീവന്റെ ജീവനീ മലയാളം. എടപ്പാൾ സി സുബ്രഹ്മണ്യൻ. മലയാള ഭാഷ മലയാളിയുടെ ജീവിതം തന്നെയാണ് കവി പറയുന്നു. എങ്ങനെയെല്ലാമാണ് കവി ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ കവിത നിങ്ങൾ വായിച്ചതിന് ശേഷം അതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതി നോക്കാം. ശ്രീ എടപ്പാൾ സി സുബ്രഹ്മണ്യന്റെ കവിതയാണ് ജീവമലയാളം. മലയാള ഭാഷ കേരളീയരെ സംബന്ധിച്ച് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് വിശദീകരിക്കുകയാണ് ഈ കവിത. മലയാള ഭാഷയുടെ പ്രാധാന്യമാണ് ഈ കവിതയുടെ ആശയം. ഒരു കുഞ്ഞു വളരുന്നത് മുതൽ അവനിൽ മലയാള ഭാഷ ചെലുത്തുന്ന സ്വാധീനം കവി ഇതിലൂടെ ലളിതമായി മനോഹരമായും വരച്ചു കാണിക്കുന്നു. മലയാള ഭാഷയെ അമ്മിഞ്ഞ പാല് പോലെയും ഉണ്ണിക്ക് ഉറങ്ങാനായി കൂട്ടുപോകുന്ന താരാട്ട് പാട്ട് പോലെയും കിനാവ് കാണാൻ പ്രായമാകുമ്പോൾ ആകാശമായും ചിന്തകൾ വളരുന്ന പ്രായമാകുമ്പോൾ കടലുപോലെ വാക്കുകൾക്ക് പഞ്ഞമില്ലാതെ നീന്തി തുടിക്കാൻ കഴിയുന്നത്ര വിശാലമാണ് മലയാളം. മലയാളം ജീവന്റെ ജീവനാണെന്ന് കവി പറയുന്നു. കുഞ്ഞിക്കിനാക്കൾ പറന്നുയരും ആകാശമാകുന്ന മലയാളം എന്ന വരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് വരികൾ എഴുതാം. അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിശദീകരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടത്. ഇനി അടുത്ത പ്രവർത്തനം 5 അഭിമുഖ ചോദ്യാവലി. മയിൽപീലി സ്പർശം എന്ന കഥ മൃഗങ്ങളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും കഥയാണ്. ഈ കഥയിലെ ഉണ്ണിമായ എന്ന കഥാപാത്രം ചിലപ്പോൾ കഥാകാരി തന്നെയാകാം. ബാല്യകാലാനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെട്ട സ്വപ്നങ്ങളാണ് എൻ്റെ കഥകൾ എന്ന് കഥാകാരി പറയുന്നുണ്ട്. അഷിത എന്ന കഥാകാരിയെക്കുറിച്ചും അവരുടെ രചനകളെക്കുറിച്ചും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണോ? അതിനായി ഒരു അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കൂ. കുറഞ്ഞത് 5 ചോദ്യമെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറഞ്ഞത് 5 ചോദ്യമെങ്കിലും നിങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് രചനയുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാനുള്ളത് അതൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെ നമുക്ക് ചോദിക്കാം? താങ്കളുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? താങ്കളുടെ സ്വന്തം കൃതികളിൽ ഏറ്റവും ഇഷ്ടമായത് ഏത്? താങ്കൾ എന്നു മുതലാണ് എഴുതി തുടങ്ങിയത്? എഴുതാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു പ്രചോദനം ഉണ്ടായത്? അതൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. താങ്കളുടെ കഥകളിൽ ഏറ്റവും ഹൃദയസ്പർശമായ കഥ ഏത്? താങ്കളുടെ ജീവിതാനുഭവം തന്നെയാണോ ഓരോ കഥകളുടെയും ആശയം? അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇനി അവസാനത്തെ പ്രവർത്തനം 6 താരതമ്യക്കുറിപ്പ്. എൻ്റെ മുടി മെല്ലെ കൊഴിഞ്ഞു തുടങ്ങി. പതുക്കെ പതുക്കെ ഞാൻ പൂർണ്ണമായും മൊട്ടയായി. സ്വന്തം ശരീരം ഉടഞ്ഞു പോകുന്നത് സ്വയം അറിയുമ്പോൾ ഞാൻ ഉള്ളാലെ പിഴഞ്ഞു. എത്രയൊക്കെ ചിരിക്കാനും ചിരിപ്പിക്കാനും ശ്രമിച്ചിട്ടും അതിനൊക്കെ മുകളിൽ കരച്ചിലിൻ്റെ മേഘങ്ങൾ കനത്തു നിന്നു. ഇന്നസെന്റിന്റെ ഈ മാനസികാവസ്ഥയും ക്യാൻസർ വാർഡിലെ ചിരി എന്ന പാഠഭാഗത്തെ ആശയവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ സന്ദർഭവും അതുപോലെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന പാഠഭാഗവും ബന്ധിപ്പിച്ചിട്ട് താരതമ്യം കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.
മുടി കൊഴിഞ്ഞ് ശരീരം തകരുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നസെന്റ് ഉള്ളത്. അതിനർത്ഥം മരണം അടുത്തെത്തി എന്നതാണ്. മരണം അടുത്താൽ ചിരിക്കാനോ ചിരിപ്പിക്കാനോ ആർക്കും സാധിക്കില്ല. ആ സമയത്ത് മനസ്സിനുള്ളിൽ കരച്ചിലും ദുഃഖവും ആയിരിക്കും. പാഠഭാഗത്തെ അവസ്ഥയിൽ കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഉടനെ മരണം എത്തുമെന്ന് ഇന്നസെന്റിനു മനസ്സിലായി. എന്നാൽ മനസ്സിനെ ധൈര്യപ്പെടുത്താനാണ്, ദുഃഖത്തിന്റെ പിടുത്തത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനാണ്, തമാശയും ഫലിതവും ചിന്തകളിൽ നിറക്കുകയാണ്. അതാണ് പാഠഭാഗത്ത് ഇന്നസെന്റിന്റെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചത്. ഈ രണ്ടവസ്ഥകളും താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഒരു ഭാഗത്ത് മരണമെന്ന ദുഃഖം തമാശകളിലൂടെ മറന്നു സ്വയം മനസ്സിനെ ശക്തിപ്പെടുത്തി ആയുസ് നീട്ടാൻ ശ്രമിക്കുന്ന ഇന്നസെന്റിന്റെ നല്ല ചിന്തയും, എന്നാൽ രോഗാവസ്ഥ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിയാൽ മുടി കൊഴിഞ്ഞ് ശരീരം തളരുന്ന ഘട്ടത്തിൽ എത്തിച്ചേർന്ന ധൈര്യം ചോർന്നു പോകുന്നു. എത്ര ശക്തരായ മനസ്സായാലും മരണമെന്ന ഭയം ഇന്നസെന്റിനെയും കീഴടക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് താരതമ്യക്കുറിപ്പ് എഴുതാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കലുകളാവാം. അപ്പോൾ ഈ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്നുണ്ടോ, ഇതിൻ്റെ ഉത്തരങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻസൊക്കെ നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.